ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഭാഗ്യത്തിൽ നിങ്ങൾ തിളങ്ങാൻ പോകുകയാണ്. ആ ഒരു സമയം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് റീഡിങ്ങിലൂടെ നോക്കാം. ഇവിടെ ഒരു പാടത്ത് നമ്മൾ വിത്ത് വിതച്ചാൽ അത് കുറച്ച് സമയം എടുക്കും, അത് നല്ല ഒരു പാകമായി വരാം. അതേപോലെ നിങ്ങൾ ഒരു കർമ്മം ചെയ്തു, അതിൻ്റെ പരിണാമം നിങ്ങൾക്ക് ഇതുവരെയും നല്ലതായിട്ട് വന്നില്ല. അപ്പോൾ ഇനിയാണ് നിങ്ങൾക്ക് ആ ഒരു കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം എന്ത് കാര്യത്തിനും ഒരു ടൈം എടുക്കും. നമ്മളിപ്പോൾ വിത്തിട്ട ഉടനെ ഇപ്പോൾ തന്നെ പാകമായി വരണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല, കുറച്ച് സമയമെടുത്താണ് അത് വളർന്ന് പാകമാകുന്നത്. അതേപോലെ നിങ്ങളുടെ ആ ഒരു ഫലം ലഭിക്കാനും നിങ്ങൾക്ക് കുറച്ച് സമയമെടുത്തു. ഇവിടെ നിങ്ങൾ ഒത്തിരി കഠിനാധ്വാനങ്ങൾ മുന്നേ ചെയ്തവരാണ്. അപ്പോൾ അതിൻ്റെ ഫലമാണ് നിങ്ങൾക്കിനി ലഭിക്കാനുള്ളത്. ഇവിടെ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറച്ച വിശ്വാസത്തോടെ പറയാം, ഞാൻ അത്രമാത്രം കഠിനാധ്വാനം ചെയ്ത ആളാണ്. ഓരോ ടൈമിലും ഓരോ രീതിയിൽ ഞാൻ ലൈഫിൽ കഠിനാധ്വാനം ചെയ്ത ആളാണ്. നിങ്ങൾക്ക് ഉറച്ച വിശ്വാസത്തോടെ പറയാം, കാരണം അത്രമാത്രം വർക്ക് ചെയ്ത ആളാണ് നിങ്ങൾ. ഇവിടെ ഒരു വ്യക്തി അവരുടെ ആ ഒരു കർമ്മം സക്രിയമായിട്ട് വയ്ക്കുകയാണ്. അതിൽ ഒരു കള്ളത്തരവും കാണിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ആ ഒരു ഫലം അവർക്ക് ഉറപ്പായിട്ടും എപ്പോഴായാലും ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം തിളങ്ങുന്നത് എപ്പോഴാണെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, നിങ്ങളുടെ കർമ്മത്തിൽ ഒരു കള്ളത്തരവും നിങ്ങൾ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗ്യം തിളങ്ങുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ സക്രിയ ഭാവത്തോടു കൂടി മുന്നോട്ട് പോയവരാണ് ഇതിന് മുന്നേ വരെയും ഇപ്പോൾ വരെയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു സംശയം വേണ്ട. അതായത് എനിക്ക് ഭാഗ്യത്തിൽ തിളങ്ങാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇവിടെ നിങ്ങളുടെ ആ ഒരു കർമ്മമെന്ന് പറയുന്ന സക്രിയമായിരുന്നു, അല്ലാതെ നിഷ്ക്രിയമായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനൊരു ഭാഗ്യം ലഭിക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗ്യം തിളങ്ങാൻ പോവുകയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണമേ സമയാവുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതായത് ഓരോ സമയത്തും നിങ്ങൾക്ക് ഫേവറായിട്ട് പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീലാകും, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തോ നല്ല കർമ്മം ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് ഈ ജന്മത്തിൽ ഇങ്ങനൊരു ഇത് ലഭിച്ചത് എന്ന്. ഇവിടെ ഒരു വ്യക്തി ഒരു വസ്തു വാങ്ങിച്ചു. ആ വസ്തു വാങ്ങിക്കുക അവരുടെ ഫുൾ ക്യാഷ് ഇല്ലായിരുന്നു. അപ്പോൾ അവർ ലോണൊക്കെ എടുത്താണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പൈസ അവർ മാസാമാസം അടച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു സമയം കുറച്ച് സ്ട്രഗിൾ വന്നു. അപ്പോൾ ഇവർക്ക് തോന്നി, ഞാൻ എടുത്തത് തീരുമാനം തെറ്റായിപ്പോയി, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്നെക്കൊണ്ട് ലോൺ എമൗണ്ട് അടയ്ക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നി. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ വസ്തുവിൻ്റെ റേറ്റ് കൂടി. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് ലാഭമാണ് കിട്ടിയത്. ആ സമയം അവർക്ക് തോന്നി ഇത് ചെയ്തത് തെറ്റായി പോയത്. പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ ആ വസ്തുവിൻ്റെ റേറ്റ് കൂടിയപ്പോൾ അവർക്ക് എന്താണ് കിട്ടിയത്? ലാഭമാണ് ലഭിച്ചത്. അതേപോലെ നിങ്ങളുടെ ലൈഫിലും കഠിനമായ സാഹചര്യങ്ങൾ ഒത്തിരി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ പരിസ്ഥിതിക്ക് വിപരീതമായി പോയാണ് ആക്ഷൻ എടുത്ത് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഫേവറാക്കി മാറ്റിയത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം കർമ്മ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള ആ ഒരു ഭാഗ്യത്തെ കൊണ്ട് തരുന്നത്. ഇവിടെ ഒരു സമയം നിങ്ങൾക്ക് തോന്നി, അന്ന് ഞാൻ ആ ഒരു ആക്ഷൻ എടുത്തത് വളരെ മോശമായി പോയി എന്ന്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അന്ന് ഞാൻ ആ ഒരു ആക്ഷൻ എടുത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ലൈഫിലുണ്ടായത് എന്ന്. ഇവിടെ നിങ്ങളുടെ സ്വന്തം കർമ്മത്തിൽ നിങ്ങൾ പ്രൗഡാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം ഒരു സമയം അങ്ങനെ വരും, നിങ്ങൾക്ക് തന്നെ തോന്നും, ഞാൻ അങ്ങനെ അന്നൊരു കർമ്മം ചെയ്തത് കൊണ്ടാണ് എനിക്കിന്ന് ഇത്ര പ്രൗഡ് ഫീൽ തോന്നുന്നത് എന്ന്. ഇവിടെ ആ ഒരു സമയം ക്രിയേറ്റ് ആവുകയാണ്. അതായത് ഒരു സമയമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തോളിൽ കൈ തട്ടിയിട്ട് പറയും, ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്നു എന്നെ എന്നുള്ള രീതിയിൽ, ഐ ആം പ്രൗഡ്. അപ്പോൾ നിങ്ങളുടെ ആ ബുദ്ധി ആ ഒരു സമയം നല്ലതായിട്ട് ഇരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനൊരു ആക്ഷൻ എടുക്കാൻ തോന്നിയതും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൗഡ് ഫീലാകുന്നതും അതുകൊണ്ടാണ്. ഇവിടെ നിങ്ങളിൽ ഒത്തിരി സന്തോഷിക്കുന്നതായിട്ട്, സ്വയം നിങ്ങൾക്ക് തന്നെ ബഹുമാനം തോന്നുന്നതായിട്ട് അങ്ങനെ തോന്നുന്നു. അതായത് നിങ്ങളോട് മിണ്ടാതെ നിങ്ങൾക്ക് സമയം കൊടുക്കാതെ ഇരുന്നവരാണ് എങ്കിൽ ഇനി നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് സമയം കൊടുക്കുകയും നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ ചെയ്ത ആ ഒരു നല്ല കർമ്മമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഫേവറായിട്ട് വരുന്നത്. ഇവിടെ നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുമെന്ന് തന്നെയാണ് 2-3 ദിവസം കൊണ്ട് റീഡിങ്ങിൽ വരുന്നത്. അങ്ങനെ സംഭവിക്കാൻ പോകുന്നത് കൊണ്ടാണ് അങ്ങനെ റീഡിങ്ങിൽ വരുന്നത്. ഒരു വ്യക്തിക്ക് അവരിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുമ്പോഴാണ് അവർ കൂടുതലായിട്ട് ഒരുങ്ങാൻ ശ്രമിക്കുകയും നല്ല രീതിയിൽ തലകെട്ടാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്നത്. അല്ല, അവർക്ക് സന്തോഷമില്ല എങ്കിൽ അവർ അവരുടെ ആ ഒരു കെയർ ചെയ്യത്തില്ല.
ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് തന്നെ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് സപ്പോർട്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ചെറിയ രീതിയിൽ നിങ്ങൾ പാർട്ടി ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങളുടെ ആ ഒരു സന്തോഷം ചെറിയ രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് ആഘോഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ മുന്നേ നിങ്ങളോട് വളരെ മോശം രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നവർ ഇനി നിങ്ങളെ കാണുമ്പോൾ ആ രീതിയിൽ സംസാരിക്കത്തില്ല. നിങ്ങൾക്കൊരു ബഹുമാനം അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം അവരുടെ ആ ഒരു സംസാര രീതി നിങ്ങൾക്ക് വേണ്ടി വളരെ വ്യത്യസ്തമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും അവരുടെ ബിഹേവിയറിൽ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചില ആൾക്കാർ നിങ്ങളോട് ചില ട്രിക്സ് ആവശ്യപ്പെടുന്നതായിട്ടും കാണാൻ സാധിക്കും നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട്. അത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സ്ട്രഗിളാണ് അനുഭവിച്ചത്, ആ സമയത്ത് നിങ്ങൾ ഏത് രീതിയിലാണ് ആക്ഷൻ എടുത്തത്, എങ്ങനെയാണ് പോയത്, അതെല്ലാം അവർക്കും പറയാൻ വേണ്ടി അവർ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അവർക്കും അവരുടെ ആ ഒരു സ്ട്രഗിളായിട്ടുള്ള സമയത്ത് നിങ്ങളെടുത്ത പോലെ ആക്ഷൻസ് എടുക്കാമല്ലോ, അങ്ങനെ എന്തെങ്കിലും ട്രിക്സ് കിട്ടുമെങ്കിൽ അവർ നിങ്ങളോട് ചോദിക്കും. നിങ്ങളുടെ അടുത്ത് മണി ഒത്തിരി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയത്തും ഫ്യൂച്ചറിലും നിങ്ങളുടെ അടുത്ത് മണി ഒത്തിരി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു കുറവ് ഉണ്ടാവത്തില്ല. കാരണം ഇവിടെ ഗ്രീനിൻ്റെ ആ ഒരു എനർജിയാണ് എപ്പോഴും നിങ്ങൾക്ക് ക്യാഷ് കയ്യിൽ ഉണ്ടാകുന്ന അവസ്ഥ. ഇവിടെ നിങ്ങൾ ഫാസ്റ്റിൽ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ആ ഒരു ബലം മണിയുടെ രൂപത്തിലാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്നത്. ഈ നമ്പറിൻ്റെ ആധാരത്തിൽ പറയുകയാണെങ്കിൽ 888 നമ്പർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അബണ്ടൻസിൻ്റെ ആ ഒരു നമ്പറാണ്. ഇതല്ല എങ്കിൽ നിങ്ങളുടെ മുഖത്തൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷൈൻ വരും. ആൾക്കാർ അത് നോട്ടീസ് ചെയ്യും. ഇപ്പോഴും ചിലപ്പോൾ അങ്ങനെ ചെറിയ ഒരു തിളക്കം നിങ്ങളുടെ മുഖത്ത് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ കയ്യിലും ഒരു നല്ലൊരു തിളക്കം ഉണ്ടാവുക, അത് നിങ്ങൾ നോട്ടീസ് ചെയ്ത് നോക്കുക. ഒന്നും വേണ്ട, പുതിയ ആൾക്കാർ നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. നിങ്ങൾ അവരോടൊന്നും സംസാരിക്കാൻ പോയില്ലെങ്കിൽ പോലും അവർ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഒരു തിളക്കമുണ്ട്, അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതുകൂടാതെ ഉള്ള ഒരു ഇതാണ് ഏതെങ്കിലും രീതിയിൽ ക്യാഷിൻ്റെ ലാഭം നിങ്ങൾക്ക് കിട്ടുക. ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും ക്യാഷിൻ്റെ ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇവിടെ എവിടെയെങ്കിലും സാധനം വാങ്ങിക്കാൻ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങളുടെ ആ ഒരു കയ്യിലിരിക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു സ്വപ്നമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നെയിം ഫെയിം ലഭിക്കണമെന്നാണ്. ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കണം, ഈ ലോകം നിങ്ങളെ മനസ്സിലാക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഉറപ്പായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും സെൻറ്ററിൽ വരുമെന്നുള്ള കാര്യം നേരത്തെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നെയിം ഫെയിം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ സെൻറ്ററിൽ വരിക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ സൂര്യനെ പോലെ തിളങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന എല്ലാവരുടെയും മുന്നിലും. നിങ്ങളെ ആർക്കും ഇഗ്നോർ ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ പേര് കാരണം മറ്റുള്ളവർക്ക് ഒരു ബഹുമാനം നിങ്ങളോട് തോന്നട്ടെ. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കൊക്കെ ഉള്ള നിങ്ങളുടെ ആ ഒരു പേര് കാരണം അവരറിയപ്പെടുമ്പോൾ അവർക്കും ഒരു ബഹുമാനം തോന്നത്തില്ലേ? ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി പ്രസിദ്ധി ലഭിക്കുന്നതായിട്ട്, നിങ്ങളെ ആർക്കും ഇഗ്നോർ ചെയ്യാൻ സാധിക്കാത്തതായിട്ട്, നിങ്ങളുടെ പേര് കൊണ്ട് മറ്റുള്ളവർ അറിയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഭാഗ്യം തിളങ്ങുക എന്നുള്ളതിന് പറയുന്ന ഇതാണ്. ഇവിടെ ലൈഫിലെ ഗോൾഡൻ ടൈമാണ് ഇത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം നിങ്ങളുടെ അടുത്തെത്തുന്ന ആ ഒരു ഗോൾഡൻ ടൈം. ഇവിടെ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഡാൻസിങ്ങിലോട്ട് ഒരു താല്പര്യം ഉണ്ടാവുന്നതായിട്ട്, കുറച്ച് സമയം ഡാൻസ് ചെയ്യാം, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ കൈകൊണ്ട് ചില രീതിയിലുള്ള സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നു എനിക്ക് എന്തായാലും ഡാൻസ് ചെയ്യണമെന്ന് തോന്നൽ വരികയാണ്, ഡാൻസ് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് തോന്നാട്ട്. ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഡാൻസ് വീഡിയോ കൂടുതലായിട്ട് കാണുന്നുണ്ടായിരിക്കാം. ഇവിടെ എന്തായാലും ദുഃഖത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറുന്നതായിട്ട്, നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഭാഗ്യത്തിൻ്റെ ആ ഒരു പ്രഭാവം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് പോലും നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഭ്രമം ഉണ്ട് എങ്കിൽ ആ ഭ്രമത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരു രീതിയിലുമുള്ള നെഗറ്റിവിറ്റിയിലും അകപ്പെട്ട് പോവത്തില്ല. ഇവിടെ പർപ്പിൾ കളർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.
ഇവിടെ പർപ്പിൾ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനം, സന്തോഷം ഫീലാകും. യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് പെട്ടെന്ന് നടക്കും. നിങ്ങൾ ശബ്ദത്തിൻ്റെ രൂപത്തിലല്ല പറയുന്നത്, അല്ലാതെ മനസ്സിൽ ചിന്തിക്കത്തില്ലേ, അങ്ങനെ പറയുന്നത് നടക്കുന്നു. ഇവിടെ എന്തായാലും നിങ്ങളുടെ ഭാഗ്യം തിളങ്ങുകയാണ്, കാരണം നിങ്ങളുടെ നല്ല കർമ്മം. ഇവിടെ ഇന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും സ്വപ്നമായിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നത് നിങ്ങളുടെ കണ്ണാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ യൂണിവേഴ്സിൻ്റെ ആ ഒരു ഇഷ്ടപ്രകാരം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ചില കാര്യങ്ങൾ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സ്വീകരിക്കേണ്ട മോഡിൽ നിങ്ങൾ എപ്പോഴും ഇരിക്കേണ്ടതാണ്. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. നിങ്ങൾ ഭയങ്കരമായിട്ട് മാറുന്നതായിട്ട്, പല രീതിയിലും ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളിപ്പോൾ ഫിനാൻഷ്യൽ മാറ്റർ കാരണം വിഷമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളിപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആ ഒരു സമയം ഒത്തിരി ഇൻകത്തിൻ്റെ സോഴ്സ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ അങ്ങനെ എന്തോ ചെയ്യുന്നതായിട്ട്, അങ്ങനെ ഇൻകം ഒത്തിരി നിങ്ങളുടെ കയ്യിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരം, അങ്ങനൊരു അവസരം നിങ്ങളെ തേടി വരും. ആ അവസരം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻകത്തിൻ്റെ സോഴ്സ് ഒത്തിരി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതലായിട്ടും ഗ്രീൻ കളർ നിങ്ങൾ കൂടുതലായിട്ട് വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ചുറ്റിലും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ഗ്രീൻ കളറായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കൂടെ 888 ആ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 8ൻ്റെ ആ ഒരു എനർജി നിങ്ങളുടെ ചുറ്റിലും എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. 8ൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയുടെ ആ ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങൾ അങ്ങനെ എന്തോ നല്ലൊരു കർമ്മം ചെയ്തു, അതിൻ്റെ ആ ഒരു ലാഭത്തിൻ്റെ പ്രാപ്തിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് മാത്രം കഠിനാധ്വാനം ചെയ്താലും അതിൻ്റെ ഫലം വളരെ വലുതായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷയ്ക്കപ്പുറം നിങ്ങൾക്ക് പല കാര്യങ്ങളും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ അങ്ങനെ എന്തോ ഒരു മംഗൾ രേഖ ഉണ്ടായിരിക്കാം. ഇവിടെ ഗ്രീൻ്റെ എനർജി നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. ക്യാഷ് നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കും. ഇവിടെ ഹൃദയവും മനസ്സും സന്തോഷമായിട്ട് ഇരിക്കുന്ന ആ ഒരു എനർജിയാണ് ഗ്രീനിൻ്റെ ആ ഒരു എനർജി. ഇവിടെ സമയം നിങ്ങളെ മണി മാഗ്നറ്റ് ആക്കി മാറ്റുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ മണി മാഗ്നറ്റ് ആക്കാൻ പോകുകയാണ്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും വീഡിയോ ഈ ഒരു സമയം കാണുമ്പോൾ പോലും നിങ്ങൾക്ക് തോന്നും, ഈ ഒരു കാര്യം എനിക്ക് നല്ലതുപോലെ ചെയ്യാൻ അറിയാമല്ലോ, എന്തുകൊണ്ട് ഈ ഒരു കാര്യം എനിക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൂടാ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് അപ്ലൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു അവസരം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട്, ഇല്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും, എൻ്റെ പൈസ എന്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൂടാ, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ അത് ഒത്തിരി ലാഭമായിട്ട് എനിക്ക് ലഭിക്കുമല്ലോ, അങ്ങനെ നിങ്ങൾ എന്തോ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു വ്യക്തി പോകുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത് അവരുടെ ഡെസ്റ്റിനിയാണ് എങ്കിൽ അവർ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ആ ഒരു ഡെസ്റ്റിനിയിൽ അവർക്ക് ഉറപ്പായിട്ടും എത്തുക സാധിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളുടെ വഴിയിൽ ഒത്തിരി തടസ്സങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയിലേക്കുള്ള ആ ഒരു വഴിയാണ് തിരഞ്ഞെടുത്തത്, അവിടെ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഗോൾഡൻ ടൈമാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മണി മാഗ്നറ്റായിട്ട് മാറും, നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവും, നിങ്ങൾ മാനസികമായിട്ട് ഒരു ഹീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകും. കൂടാതെ റെസ്പെക്റ്റ് സ്വയം നിങ്ങളെ തേടി വരുന്നതായിട്ട്, ആൾക്കാർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം ഇത്രമാത്രം ചേഞ്ചസ് ആവുമ്പോൾ അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്ത് മടുക്കും. കാരണം അത്രമാത്രം ലൈഫിൽ അവർ ആഗ്രഹിച്ച എല്ലാം അവർക്ക് ലഭിക്കുമ്പോൾ അവർ ഉറപ്പായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക തന്നെ ചെയ്യും. ഇതുകൂടാതെ നിങ്ങൾ എല്ലാവരോടും പറയും, എൻ്റെ ലൈഫിൽ ഈ രീതിയിലുള്ള മിറാക്കിൾ സംഭവിച്ചു എന്ന്. അത് പറയാൻ കാരണം അവരുടെ ലൈഫിലും ആ ഒരു മിറാക്കിൾ സംഭവിക്കാൻ അവർക്ക് എന്തൊക്കെ ഒരു ടിപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുമോ അത്രയും കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ 40 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അതിൽ വലിയൊരു വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇല്ല എങ്കിൽ അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി സ്റ്റെബിലിറ്റി അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുക, അങ്ങനെ ഒരു മിറാക്കിളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ചില ഫിനാൻഷ്യൽ മാറ്റർ അത് നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് വരികയാണെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ മാറ്ററിൽ ആവശ്യമായ പൈസ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ 40 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പല കാര്യങ്ങളും നടക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾക്ക് ഫേവറായിട്ട് പല കാര്യങ്ങളും നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ മണിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട്, ക്യാഷ് ഒത്തിരി കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മുന്നേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു ക്യാഷ് ഇല്ലാത്തത് കാരണം. ഇനി നിങ്ങളുടെ ആ ഒരു ടെൻഷൻ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പ്രമോഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും നല്ല സമയമാണ് ഇത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണമെന്ന്. അപ്പോൾ അത് തുടങ്ങാനുള്ള ശരിയായ ടൈമാണ് ഇത്. അപ്പോൾ ഇതാണ് ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത്. ഈ ഒരു സമയം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ സപ്പോർട്ട്, അതായത് നിങ്ങളുടെ അന്തരാത്മാവിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് പറയുകയാണ് ഇപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ആക്ഷൻ എടുക്കണം. കാരണം നിങ്ങൾക്കൊരു നഷ്ടം ഒരിക്കലും ഉണ്ടാവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡിസയർ ഫുൾഫില്ലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് എന്താണോ അത് ഫിക്സ് ആക്കി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും മാറാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഡിസയർ എന്താണോ അതിനെ ഫുൾഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിസയർ എന്താണോ അത് നിങ്ങൾക്ക് ഫുൾഫില്ല് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ മാറരുത്, അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഡിസയർ എന്താണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, കമൻറ്റിൽ എഴുതണ്ട, ദൈവത്തിനോട് പറയുക. ആ ഡിസയർ എന്താണോ അത് നിങ്ങൾക്ക് പൂർണ്ണമാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഹൃദയവും മനസ്സും ഒരേ ഒരു ഡിസയറാണ് ചിന്തിക്കുന്നത്. ആ ഒരു ഡിസയർ ഉറപ്പായിട്ടും പൂർണ്ണമാകുന്നതാണ്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ നിങ്ങളുടെ ആ ഒരു ഡിസയറിൽ പൂർണ്ണമായിട്ടും വയ്ക്കുക. ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചു തരുന്നതാണ്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുകയാണ്, ജീവിക്കാൻ അനുവദിക്കുന്നില്ല എങ്കിൽ ആ ഒരു കാര്യത്തിലും ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ നേർക്ക് ന്യായത്തിനെ ആകർഷിക്കുകയാണ്, അതുകൊണ്ടാണ് ന്യായം നിങ്ങളെ തേടി വരുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങളെ ദ്രോഹിച്ചവർക്ക് അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം കൊടുക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാരുടെ സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെയും കാട്ടി ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കാൻ പോകുന്നത്. ഏതോ ഒരു പുരുഷൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട്, ചിലപ്പോൾ നിങ്ങളുടെ ചേട്ടനായിരിക്കാം, അച്ഛനായിരിക്കാം, ആരെങ്കിലും ഒരു പുരുഷൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഗ്രഹത്തിൻ്റെ സ്ഥിതിയും വളരെ നല്ലതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഗ്രഹത്തിൻ്റെ സ്ഥിതി ഇങ്ങനെയാവുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തുന്ന ആ ഒരു ഇതിലേക്ക് നിങ്ങളുടെ ഗ്രഹത്തിൻ്റെ സ്ഥിതി കൊണ്ടുപോകുന്നതാണ് നിങ്ങളെ. നിങ്ങളുടെ ഗുരു ഭഗവാന്റെ ആ ഒരു കൃപ നിങ്ങൾക്ക് ഉണ്ട്. ജൂപ്പിറ്ററിൻ്റെ ആ ഒരു എനർജി നല്ലതായിട്ട് പോകുന്നുണ്ട്. ജൂപ്പിറ്ററിൻ്റെ ആ ഒരു പ്രഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാതെ സ്ട്രഗിൾ വരുന്ന സമയം അതിനെ മാറ്റിക്കളയുന്നതാണ് ജൂപ്പിറ്റർ ഗ്രഹം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് എങ്കിൽ അതിലൊരു റിക്കവറി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ആ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾക്കൊരു റിക്കവറി ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ റീഡിങ്ങിൽ ഇതൊക്കെയാണ് വന്നേക്കുന്നത്. നിങ്ങളപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.